السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. आज का जुमा ഇന്നത്തെ ജുമാ नए साल 2015 का पहला जुमा है. 2015 ആദ്യത്തെ ജുമയാണ്. लोगों के नए साल के मुबारकबाद के पैगाम വിവിധ ആളുകൾ നവവർഷ ആശംസകൾ നേർന്നുകൊണ്ടുള്ള സന്ദേശങ്ങൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാക്സുകളും കത്തുകളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. मुबारक हो. നിങ്ങൾക്കെല്ലാവർക്കും ഈ വർഷം लेकिन അനുഗ്രഹീതമായി തീരട്ടെ. അതോടൊപ്പം തന്നെ ये भी कहूंगा എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, दूसरे को मुबारकबाद മറ്റുള്ളവർക്ക് നാം फायदा ആശംസകൾ നേരുന്നത് കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത് നാം ये जायजे लें ഒരു ആത്മപരിശോധന നടത്തുമ്പോഴാണ്. हमने അതായത് കഴിഞ്ഞ വർഷം अपने अहमदी होने के നാം അഹ്മദി ആണെന്ന ആ കടമ എപ്രകാരം നിറവേറ്റി എന്ന് നോക്കുമ്പോൾ ഭാവിയിലേക്ക് हम इस हक को अदा करने के लिए ഈ കടമ നിറവേറ്റുന്നതിൽ कितनी कोशिश करेंगे. എന്തുമാത്രം പരിശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. समय അതുകൊണ്ട് നാം से ഈ ജുമയിൽ നിന്നും ഭാവിയിലേക്കുള്ള इरादे कायम करने चाहिए. പുതിയ പ്രതീക്ഷകൾ, പുതിയ ലക്ഷ്യങ്ങൾ എടുക്കുന്നവരായി മാറേണ്ടതാണ്. की अदायगी के लिए അത് പുതിയ വർഷം നമ്മുടെ കടമകൾ നിറവേറ്റുന്നതിന് വേണ്ടി പ്രത്യേകമായിരിക്കുന്ന ആവേശവും ഊർജവും കരസ്ഥമാക്കുന്നതായിരിക്കണം. ഒരു അഹ്മദി എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം ഏതെല്ലാം ജോലികളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അത് നിറവേറ്റപ്പെടുന്നത് നന്മകൾ നിറവേറ്റുമ്പോഴാണ് സാധിക്കുന്നത്. എന്നാൽ इन नेकियों के मयार क्या होने चाहिए. ഈ നന്മകളുടെ നിലവാരം ഏതു തരത്തിലായിരിക്കണം? तो वाज़ेह हो ഇപ്പോൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, के लिए जो अहमदियत में അഹ്മദിയത്തിൽ പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയും, അഹ്മദിയായ ഓരോ വ്യക്തിയും അവർക്ക് ഉള്ള നന്മയുടെ ഉന്നത നിലവാരം അത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. अब तो नए वसाइल ഇപ്പോൾ और नई टेक्नोलॉजी പുതിയ ടെക്നോളജിയും പുതിയ മാർഗങ്ങളും മുഖേന ഓരോ വ്യക്തിയും തന്നെ ചുരുങ്ങിയത് വർഷത്തിൽ खलीफा वक्त के हाथ ഒരു പ്രാവശ്യമെങ്കിലും കാലത്തിന്റെ ഖലീഫയുടെ കൈകളിൽ ഇപ്രകാരം इस्लाम के പ്രതിജ്ഞ ചെയ്യുന്നു. അതായത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്ന ആ നിലവാരത്തിലേക്ക് എത്താൻ വേണ്ടി പൂർണ്ണമായും പരിശ്രമിക്കുന്നതാണ്. कोशिश करेगा. അതിനുവേണ്ടി കഴിയുന്നത്ര പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ്. अहमदी के लिए ഒരു അഹ്മദിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലവാരം हमारे लिए ये मयार ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ശിറായത്ത് ബൈഅത്ത് में ബൈഅത്തിന്റെ നിബന്ധനകൾ
അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. 10 നിബന്ധനകളാണ് എന്ന് നമുക്കിതിനെ ചുരുങ്ങിയ രീതിയിൽ പറയാം. എന്നാൽ एक अहमदी होने के नाते ഒരു അഹമ്മദി എന്നുള്ള നിലയിൽ जो जिम्मेदारियां हैं എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് നമ്മളിൽ അർപ്പിക്കപ്പെടുന്നത്, അതിന്റെ എണ്ണം മൊത്തത്തിൽ നോക്കുമ്പോൾ 30-ൽ കൂടുതൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നാം നമ്മുടെ വർഷത്തിലുള്ള സന്തോഷം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥ രീതിയിൽ ആഘോഷിക്കണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മുമ്പിൽ വെക്കേണ്ടതാണ്. അതല്ലാതെ അഹമ്മദി ആണെന്ന് പറഞ്ഞ് कि मैंने वफात मसीह के मसले ഞാൻ ഈസാനിയുടെ മരണത്തെക്കുറിച്ചുള്ള വിഷയം പഠിച്ചു, आने वाला मसीह വരാനിരിക്കുന്ന മസീഹിനെ സംബന്ധിച്ച് നൽകപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾ അംഗീകരിച്ചു എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് അവർക്ക് മതിയാകുന്നതല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ये पहला कदम है। ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളിൽ നിന്ന് പ്രതീക്ഷ അർപ്പിക്കുന്നത് नेकियों की गहराई में जा നാം നന്മയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അത് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. से अपने आप को इस तरह बचाएं തിന്മകളിൽ നിന്നും തങ്ങളെ പൂർണ്ണമായും രക്ഷപ്പെടുത്തിക്കൊണ്ട്, ഏതുപോലെ ഒരു വന്യമൃഗത്തെ കണ്ട് മനുഷ്യൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുവോ അതേ രീതിയിൽ തങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഈ രീതി നമ്മൾ അവലംബിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ അവസ്ഥയിൽ വിപ്ലവം വരുത്തുക മാത്രമല്ല ചെയ്യുക, മറിച്ച് ലോകത്തെ മാറ്റിമറിക്കാനും അവരെ അള്ളാഹുവിന്റെ സമീപത്തെ കൊണ്ടുവരാനും കാരണമായി നമ്മൾ മാറുന്നതാണ്. ഏതായിരുന്നാലും बातों की थोड़ी सी तफसील ഈ കാര്യങ്ങളുടെ ചില വിശദീകരണം ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇന്ന് വെക്കുന്നതാണ്. ഈ ഓർമ്മപ്പെടുത്തലുകൾ വളരെ അത്യാവശ്യമാണ്. हमारी बैत का मकसद നമ്മുടെ ബയ്യത്തിന്റെ ലക്ഷ്യം തന്നെ നമ്മുടെ മുമ്പാകെ എപ്പോഴും വന്നുകൊണ്ടിരിക്കേണ്ടതാണ്. पहली बात ഒന്നാമത്തെ കാര്യം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് कि शिर्क से बचने का ഷിർക്കിൽ നിന്നും വിട്ടുനിൽക്കും എന്നുള്ള പ്രതിജ്ഞയാണ്. मोमिन ഒരു വിശ്വാസി पर ईमान लाने वाला हो അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ और खुदा पर ईमान की वजह से ही അള്ളാഹുവിൽ വിശ്വസിക്കുന്ന കാരണത്താൽ के हुक्म की तामील में അള്ളാഹുവിന്റെ കൽപ്പനകൾ जमाने के इमाम की बैत कर रहा हो അനുസരിച്ചുകൊണ്ട് കാലഘട്ടത്തിന്റെ ഇമാമിനെ ബയ്യത്ത് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി, का तो दूर का भी वास्ता नहीं। അങ്ങനെയുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് ഷിർക്കുമായി ബന്ധപ്പെടാൻ സാധിക്കുക? ഒരിക്കലും സാധ്യമല്ല. ഒരു മുശ്രിക്കായ വ്യക്തി അള്ളാഹുവിന്റെ കാര്യങ്ങൾ എങ്ങനെ കേൾക്കാൻ സാധിക്കും? जिस बारीक शिर्क की तरफ ഏതൊരു ഷിർക്കിന്റെ സൂക്ഷ്മതയിലേക്കാണോ ഗഹനതയിലേക്കാണോ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ കൊണ്ടുപോകുന്നത്, അത് വെറും ബാഹ്യമായ ഷിർക്കല്ല, മറിച്ച് ഗോപ്യമായിരിക്കുന്ന ഷിർക്കുകളാണ്. ईमान को അത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ ബലഹീനപ്പെടുത്തുന്നു. इसकी वजाहत फरमाते हुए ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, सिर्फ इस बात का नाम തൗഹീദ് എന്ന് പറഞ്ഞാൽ के मुंह से നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കൽ മാത്രമല്ല, हजारों बुत जमा हो അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ ആയിരക്കണക്കിന് ബിംബങ്ങൾ വെച്ച് നടക്കലുമല്ല. किसी अपने काम ഏതെങ്കിലും ഒരാൾ തന്റെ ജോലി, തന്റെ പ്രവൃത്തി, തന്റെ വഞ്ചന, തന്റെ വിദ്യകൾ किसी अजमत देता है ഇതിന് അള്ളാഹുവിനോട് നൽകുന്ന അതേ ആദരവ് നൽകുന്നുവോ, ഏതെങ്കിലും വ്യക്തിയിൽ അള്ളാഹുൽ അർപ്പിക്കുന്ന രീതിയിലുള്ള വിശ്വാസം അർപ്പിക്കുന്നുവോ, അതേപോലെ തന്നെ അള്ളാഹുവിന് നൽകേണ്ട മാത്രം തന്നെ നഫ്സിന് നൽകുന്നുവോ, खुदा ताला की नजर ഇങ്ങനെ നൽകുന്ന വ്യക്തികൾ എല്ലാം തന്നെ ദൈവസമീപ്യം ही नहीं है। ബിംബാരാധകനാണ്. ബിംബം എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടോ വെള്ളുകൊണ്ടോ കല്ലുകൊണ്ടോ പിച്ചള കൊണ്ടോ ഉണ്ടാക്കിയത് മാത്രമല്ല ബിംബങ്ങൾ. എന്നിട്ട് മനുഷ്യൻ അതിൽ വിശ്വാസമർപ്പിക്കുന്നു. ഓരോ വസ്തുവും വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും അതിന് അള്ളാഹുവിന് നൽകുന്ന രീതിയിലുള്ള മഹത്വം ആരാണോ നൽകുന്നത്, തീർച്ചയായും അള്ളാഹുവിന്റെ കൺമുമ്പിൽ അതെല്ലാം ബിംബമായി കരുതപ്പെടുന്നതാണ്. अपने जायजे അതുകൊണ്ട് ഇന്ന് നാം ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. गुज़श्ता साल में हमने കഴിഞ്ഞ വർഷം उन तदबीरों ആ വിദ്യകളെയും इज़हार किया അതേപോലെ തന്നെ ആ കഴിവുകളെയും നമ്മൾ എല്ലാം चीजें सिर्फ വലുതായി കണ്ടോ, तदबीर के तौर पर इस्तेमाल അള്ളാഹുവിനെ നൽകുന്ന മഹത്വം അവർക്ക് നൽകിയോ, दूर झुककर അതേപോലെ തന്നെ उन तदबीरों से ഈ വിദ്യകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ बरकत चाहिए। നന്മ നമ്മൾ ആവശ്യപ്പെട്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
अपने आप का इंसाफ की नजर से जायजा നാം ഓരോരുത്തരും നീതിബോധത്തോടുകൂടി നമ്മെ സംബന്ധിച്ച് ഒരു ആത്മപരിശോധന നടത്തുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുന്നതാണ്. മറ്റൊരു കാര്യം, മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളിൽ നിന്നും വാങ്ങിയിരിക്കുന്ന പ്രതിജ്ഞ കളവ് പറയരുത് എന്നുള്ളതാണ്. इंसान है, ഓരോ ബുദ്ധിമാനും കളവ് നല്ലതാണ് എന്ന് പറയുകയേയില്ല, അല്ലെങ്കിൽ ഞാൻ കളവ് പറയാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ബുദ്ധിമാനും പറയുകയില്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മനുഷ്യന് തന്റെ ദേഹേച്ഛയെ പൂർത്തിയാക്കാൻ വരുമ്പോഴാണ് അവൻ കളവ് പറയുന്നത്, അല്ലാതെ അവൻ കളവ് പറയുകയില്ല. സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉണ്ടാകുന്ന സമയത്താണ് മനുഷ്യൻ കളവിലേക്ക് പോകുന്നത്. എന്നാൽ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ജീവനും സ്വത്തും മുതലും തന്റെ അഭിമാനവും അതിനെല്ലാം തന്നെ അപകടം നേരിടുമ്പോഴും കളവ് പറയാതിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും സത്യത്തെ മുറുകെ പിടിക്കുക, അതിനൊരിക്കലും വിടരുത്. സത്യവാനും അസത്യവാനും തിരിച്ചറിയപ്പെടുന്നത് തന്നെ എന്തെങ്കിലും പരീക്ഷണം വരുമ്പോഴാണ്. സ്വയേച്ഛ സ്വന്തം ലക്ഷ്യങ്ങൾ അപകടത്തിലാകുമ്പോഴാണ് കളവിനെ അവൻ കൂട്ടുപിടിക്കുന്നത്. എന്നിരുന്നാലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് തന്റെ ഇച്ഛകളെ സത്യത്തിന് വേണ്ടി ബലി കഴിപ്പിക്കുന്നവനാണ് സത്യവാൻ. ഇക്കാലത്ത് ഇവിടെയും യൂറോപ്യൻ നാടുകളിലും അസൈലമിന് വേണ്ടി ജനങ്ങൾ വരുന്നു. ഞാൻ വീണ്ടും വീണ്ടും അവരെ ഉപദേശിച്ചിട്ടും വക്കീലുകൾ പറയുന്നതനുസരിച്ചുകൊണ്ട് അവര് കളവ് പറയുന്നു, കള്ളവിൽ ആസ്പദമായിരിക്കുന്ന കഥകൾ എഴുതിപ്പിക്കുന്നു. എന്നിട്ടും അവരുടെ കേസുകൾ റിജക്ട് ചെയ്യപ്പെടുന്നു. കൂടുതൽ ആളുകളുടെയും കേസ് റിജക്ട് ചെയ്യുകയാണ് ചെയ്യപ്പെടുന്നത്. ഇവിടെയും ഞാൻ മറ്റ് സ്ഥലങ്ങളിലും ഇവിടെ വക്കീലുകളുടെ ഒരു കേന്ദ്ര ടീം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ജമാഅത്തി തലത്തിൽ അവർ അസൈലം വാങ്ങുന്നവർക്ക് സഹായികളായി മാറുന്നു. ഏത് വക്കീലുകളെ കാണണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ കേസുകളെ വിജയിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പലപ്പോഴും തന്നെ ഈ കമ്മിറ്റിയുടെ സദർ എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഇന്ന വ്യക്തിയുടെ കേസ് റിജക്ട് ചെയ്യാനുള്ള കാരണം അതിൽ പൂർണ്ണമായി കളവ് നിറച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു ഭൗതികമായിരിക്കുന്ന നേട്ടം കരസ്ഥമാക്കാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ കളവിനെ ആശ്രയിക്കുന്നു. അവര് ചിന്തിക്കാത്ത മറ്റൊരു കാര്യം, കളവ് എന്നുള്ളത് അത് ഷിർക്കിനോടൊപ്പമാണ് അള്ളാഹു പറഞ്ഞത് എന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇതേപോലെ ബെനിഫിറ്റ്സ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവർ കളവ് പറയുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, കളവും ഒരു ബിംബമാണ്. അതിൽ വിശ്വാസമർപ്പിക്കുന്നവർ അള്ളാഹുലുള്ള വിശ്വാസത്തെ കൈവെടിയുന്നു. അപ്പോൾ ഈ ഒരു സൂക്ഷ്മതയിലൂടെ നാം ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. പിന്നീട് പറയുന്നു മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ ഇപ്രകാരം പ്രതിജ്ഞ ചെയ്യുക, വ്യഭിചാരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വ്യഭിചാരത്തെ കൊള്ള അടുക്കരുത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അകന്നിരിക്കുക. അതായത് ചിന്ത പോലും വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ വഴികളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഈ തിന്മകളിൽ നിന്ന് പെട്ടുപോകാതിരിക്കുന്ന മാർഗങ്ങൾ സ്വായത്തമാക്കുക. ഇക്കാലത്ത് TV, ഇന്റർനെറ്റ്, അതിൽ വളരെ മോശമായിരിക്കുന്ന ഫിലിമുകളുണ്ട്. അത് തുറക്കുമ്പോൾ അത് നമ്മുടെ മുമ്പാകെ വരുന്നു. അത് കണ്ണിനുള്ള അഭിവിചാരമാണ്, ചിന്തകൾക്കുള്ള വ്യഭിചാരമാണ്. അതേപോലെ തന്നെ തിന്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. വീടുകളെ ബന്ധങ്ങൾ ഉലയുന്നു. ഭാര്യമാരും പെൺകുട്ടികളും ഭർത്താക്കന്മാരെ സംബന്ധിച്ച് എനിക്ക് എഴുതുന്നു, ദിവസം മുഴുവനും ഇന്റർനെറ്റിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് മോശമായിരിക്കുന്ന ഫിലിമുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭർത്താക്കന്മാർ ഭാര്യമാരെ കുറിച്ച് എനിക്ക് എഴുതുന്നു, വളരെ മോശമായ ഫിലിമുകൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഫലമായി ഖുലയും തലാഖും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതേ ഫിലിമുകൾ കാരണത്താൽ മൃഗങ്ങളെപ്പോലും അപമാനത്തിലാഴ്ത്തുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഇവർ ചെയ്യുന്നു. അഹമ്മദി സമൂഹം പൊതുവിൽ ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്നുണ്ട്.
അറ്റയും തെറ്റയും ഒഴികെ. लेकिन എന്നിരുന്നാലും मुआशरे में रहते हुए ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ തിന്മയിൽ നിന്നും कोशिश न की, തങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി പരിപൂർണമായ പരിശ്രമം നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും തന്നെ നമ്മൾ പരിശുദ്ധതയുടെ ഗ്യാരണ്ടി നൽകാൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ ഇത് സംബന്ധിച്ചും വളരെയധികം ചിന്തയോടുകൂടി ഒരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. एक अहद മറ്റൊരു പ്രതിജ്ഞ നമ്മൾ ചെയ്തിരിക്കുന്നത് के बदनजरी से बचूंगा। ദുർനോട്ടത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്നുള്ളതാണ്. अल्लाह ताला ने कुरान करीम में അള്ളാഹു വിശുദ്ധ ഖുർആനിൽ असर का हुक्म दिया, ദൃഷ്ടികൾ താഴോട്ട് പതിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ദുർനോട്ടത്തിലുള്ള സാഹചര്യം തന്നെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, कि आग उस आंख തീ ആ കണ്ണിന് ഹറാമാണ്. की हराम करदा അതെ, അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ നോക്കാതെ അത് വരുമ്പോൾ അവർ ദൃഷ്ടി താഴോട്ട് പതിപ്പിക്കുന്നു. इस्लाम फरमाते हैं, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമുക്ക് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അന്യ സ്ത്രീകളുടെയും അവരുടെ സൗന്ദര്യത്തിന്റെയും സ്ഥലങ്ങളെ നിങ്ങൾ നോക്കരുത് എന്ന് പറയുന്നു. തീർച്ചയായും कैदी की नजरों से അനിയന്ത്രിതമായ ठोकरें पेश आवें। പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. खुदा ताला चाहता है അതുകൊണ്ട് അള്ളാഹു ആഗ്രഹിക്കുന്നത് നമ്മുടെ കണ്ണും ഹൃദയവും हमारे खतरात सब पाक നമ്മുടെ ചിന്തകളും എല്ലാം തന്നെ പരിശുദ്ധമായി തീരണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഉന്നതമായിരിക്കുന്ന അധ്യാപനം നൽകിയിരിക്കുന്നത്. പറയുന്നു, नाम ने ഇസ്ലാം शरायत पाबंदी हर പല औरतों और मर्दों के നിബന്ധനകളും നൽകിയിട്ടുള്ളത് അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമാണ്. പർദ്ദ ചെയ്യാൻ സ്ത്രീകളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരോട് അങ്ങനെ തന്നെ കൽപ്പിച്ചിരിക്കുന്നു. അതായത് നിങ്ങൾ ദൃഷ്ടികൾ താഴോട്ട് പതിപ്പിക്കുക എന്ന്. फिर इस बात पर भी हमें गौर करना चाहिए, नजर देखनी चाहिए। ഈ കാര്യത്തെക്കുറിച്ചും നമ്മൾ എത്രമാത്രം പുരോഗതി പ്രാപിച്ചു എന്ന് നോക്കേണ്ടതാണ്. മറ്റൊരു പ്രതിജ്ഞ നമ്മോട് വാങ്ങിയിരിക്കുന്നത് എല്ലാവിധത്തിലുമുള്ള ദുഷ്കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമെന്നുള്ളതാണ്. के अहकामात से बाहर അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്നും പുറകോട്ട് പോവുക, അതിനെ ലംഘിക്കുക എന്നുള്ളതാണ് ഫിസ്ക്. ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, गाली गलोच करना ചീത്ത പറയുക എന്നുള്ളത് ഫിസ്കാണ്. हज़रत मसीह मौला इस्लाम ने ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരവസരത്തിൽ പറയുകയുണ്ടായി, साबित होता വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത് കാഫിറിനേക്കാളും മുമ്പേ ഫാസിക്കീങ്ങൾക്കാണ് ശിക്ഷ നൽകേണ്ടത് എന്നാണ്. അതായത് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാഫിറിനേക്കാളും മുമ്പേ ഫാസിക്കീങ്ങളെ ശിക്ഷിക്കണമെന്നുള്ളതാണ്. यानी मुसलमान അതായത് മുസ്ലിങ്ങൾ में हद से निकलने लगे, ദുഷ്കർമ്മങ്ങളിൽ അതിരുകടന്നപ്പോൾ कामात की അള്ളാഹുവിന്റെ കൽപ്പനകളെ अल्लाह से नफरत അതിലംഘിച്ചപ്പോൾ, और दुनिया और അള്ളാഹുവിന്റെ കൽപ്പനയോട് വെറുപ്പ് അവർക്കുണ്ടായപ്പോൾ, ഭൗതികതയിൽ മുഴുകിയപ്പോൾ അള്ളാഹു അവരെ चंगेज खान वगैरह से ചങ്കേഷ് ഖാൻ, ഹലാക്കു ഖാൻ എന്നിവരെ കൊണ്ട് നശിപ്പിക്കുകയുണ്ടായി. दुनिया का मुसलमान ഇക്കാലത്തും മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ ഇതാണ്. फिर एक अहद ये लिया गया है മറ്റൊരു പ്രതിജ്ഞ നമ്മളോട് വാങ്ങിയിരിക്കുന്നത് कि जुल्म नहीं करेगा। സുൽമ് ചെയ്യില്ല, അക്രമം ചെയ്യില്ല എന്നുള്ളതാണ്. ഏറ്റവും വലിയ പാപമാണ് സുൽമ്, പരദ്രോഹം എന്നുള്ളത്. दबाना മറ്റുള്ളവരുടെ അവകാശങ്ങൾ ധ്വംസിക്കുക എന്നുള്ളത് വലിയ അക്രമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചോദിക്കുകയുണ്ടായി, से बड़ा है। ഏറ്റവും വലിയ ദുൽമ്, അക്രമം എന്താണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്, ഏറ്റവും വലിയ പരദ്രോഹം എന്നുള്ളത് ഒരാള് തന്റെ സഹോദരന്റെ एक हाथ അവകാശത്തിൽ നിന്നും ഒരു മുഴം ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. जमीन പറയുന്നു, ആ ഭൂമിയുടെ ഒരു കല്ല്, ചെറിയ കല്ല് അവൻ അക്രമമായി കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ, जो अल्लाह जुल्म लिया हो അവൻ അക്രമപരമായ രീതിയിൽ ഒരു ചെറിയ കല്ല് പോലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കല്ലിന്റെ താഴെ എത്രമാത്രം ഭൂമി ഉണ്ടോ അതെല്ലാം തന്നെ ഒരു വളയമായി അവന്റെ കഴുത്തിൽ ഇടപെടുന്നതാണ്. इतनी जमीन है गहराई ആ കല്ലിന്റെ താഴെ എത്രയും ഗഹനതയിൽ താഴേക്ക് ഭൂമിയുണ്ടോ तक बनेगा। അതെല്ലാം തന്നെ ഒരു വളയമായി തീരുന്നതാണ്. അത് അവന്റെ കഴുത്തിൽ ഇടപെടുന്നതാണ്. बस बड़े खौफ का मुकाम है। വളരെ അപകടകരമായ ഭയാനകമായ ഒരു അവസ്ഥയാണിത്. बदमात में കേസുകളിൽ की वजह से തന്റെ അഹന്ത കാരണത്താൽ, करने की वजह से
തന്റെ ബാഹ്യമായ ലക്ഷ്യങ്ങൾ, തങ്ങളുടെ ഇച്ഛകളെ കരസ്ഥമാക്കാനായി അന്യരുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്നവർ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. മറ്റൊരു പ്രതിജ്ഞ നമ്മളിൽ നിന്നും വാങ്ങിയിരിക്കുന്നത് നമ്മൾ ഒരിക്കലും തന്നെ വിശ്വാസവഞ്ചന കാണിക്കില്ല എന്നുള്ളതാണ്. വിശ്വാസവഞ്ചന കാണിക്കില്ല എന്നുള്ളതിനുള്ള നിലവാരം എന്താണ് റസൂൽ തിരുമേനി കാണിച്ചത്? പറയുന്നു, അദ്ദേഹത്തോട് പോലും നിങ്ങൾ വിശ്വാസവഞ്ചന കാണിക്കരുത്. അതായത് നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചവർ അവരോട് പോലും നിങ്ങൾ വിശ്വാസവഞ്ചന കാണിക്കരുത് എന്നാണ് റസൂൽ തിരുമേനി പറഞ്ഞിരിക്കുന്നത്. ഒരു വിധത്തിലുള്ള ഒഴിവഴി നമുക്ക് പറയാൻ കഴിയില്ല. അതായത് ഇന്ന വ്യക്തിയെ ഞാൻ വഞ്ചിച്ചത്, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, വസ്തുക്കൾ ഞാൻ പിടിച്ചുവെച്ചത്, അദ്ദേഹം എന്നോട് വഞ്ചന കാണിച്ചു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഖസായുടെ അടുത്ത് പോകാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് കോടതിയിൽ പോകാം. അന്യരാണ്, അഹമ്മദിയാണ് നിങ്ങളുടെ അവകാശങ്ങൾ ധ്വംസിച്ചത്, നിങ്ങൾക്ക് കോടതിയിൽ പോകാം. ജമാഅത്ത് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാം. എന്നാൽ ഒരിക്കലും തന്നെ ആരെയോടും വിശ്വാസവഞ്ചന കാണിക്കരുത്. മാത്രമല്ല അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കരുത്, അവരുടെ കാര്യങ്ങൾ നമ്മൾ പിടിച്ചു വെക്കരുത്. മറ്റൊരു പ്രതിജ്ഞ വാങ്ങിയത് എല്ലാ രീതിയിലുള്ള ഫസാദിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കുമെന്നുള്ളതാണ്. തന്റെ ആളുകളോടുള്ള ഫസാദ്, കുഴപ്പം, അത് നമ്മൾ ചിന്തിക്കാനേ സാധ്യമല്ല. മറ്റുള്ളവർ നമ്മൾക്ക് പ്രയാസങ്ങൾ നൽകുന്നുണ്ട്, അവരോട് പോലും നമ്മൾ പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ പെരുമാറണം എന്നുള്ളതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായി പറയുന്നു, നിങ്ങൾ അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തിൽ പ്രവേശിച്ചു എന്ന കാര്യത്താൽ നിങ്ങളെ ആരാണ് ഉപദ്രവിക്കുന്നത് അവരോട് നിങ്ങൾ പോരിന് പുറപ്പെടരുത്. അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിർദ്ദേശം നൽകാനാണ്. എല്ലാ രീതിയിലും ഫസാദും എല്ലാ വിധത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കേണ്ടതാണ്. നിങ്ങളെ ചീത്ത വിളിച്ചാലും നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക, തിന്മയിൽ നിന്നും വിട്ടു നിൽക്കുക. ആരെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നു എന്ന് കണ്ടാൽ അവിടെ നിന്നും എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ടു പോകേണ്ടതാണ്. വളരെ മയത്തോടുകൂടി മറുപടി പറയേണ്ടതാണ്. പറയുന്നു, ഈ ജമാഅത്തിൽ വിട്ട ഒരു വ്യക്തി ആരോടെങ്കിലും പ്രശ്നമുണ്ടാക്കി എന്ന് ഞാൻ കേൾക്കുമ്പോൾ അതെനിക്ക് തീരെ ഇഷ്ടമില്ല. ഇതിനെ ഞാൻ വെറുക്കുന്നു. ലോകത്തൊരു മാതൃകയായി തീരേണ്ട ഈ ജമാഅത്ത് ഇങ്ങനെയുള്ള മാർഗം സ്വീകരിക്കുക, തഖ്വയുടെ അല്ലാത്ത മാർഗം സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം ആളുകളോടും പാടില്ല, അന്യരോടും പാടില്ല. ഭാര്യമാരോടുള്ള പെരുമാറ്റത്തിൽ, തന്റെ സഹോദരന്മാരോടുള്ള പെരുമാറ്റത്തിൽ, അതേപോലെ തന്നെ തങ്ങളുടെ സമൂഹത്തിലുള്ള ആളുകളുടെ പെരുമാറ്റത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ നിർദ്ദേശത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അവർ പെരുമാറുകയാണെങ്കിൽ, നല്ല രീതിയിൽ വർത്തിക്കുകയാണെങ്കിൽ, അവരുടെ വല്ല പ്രശ്നം അവർക്കുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ വളരെ കുറയുന്നതാണ്. വളരെ കുറഞ്ഞ പ്രശ്നങ്ങളെ പിന്നീട് ശേഷിക്കുകയുള്ളൂ. മറ്റൊരു പ്രതിജ്ഞ നമ്മളോട് വാങ്ങിയിട്ടുള്ളത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമെന്നുള്ളതാണ്. ഈ നിഷേധാത്മക നിലപാട് അത് ജമാഅത്തിലെ ഏറ്റവും താഴ്ന്ന രീതിയിലുള്ള ഒരു പ്രവർത്തകനോടാണെങ്കിലും അതല്ലെങ്കിൽ ഗവൺമെന്റിനോടാണെങ്കിലും അതിൽ നിന്നെല്ലാം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോട് വിട്ടുനിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദീനിൽ വല്ലതും കൂട്ടുന്നതിന് ഒഴികെ ഗവൺമെന്റിന്റെ എല്ലാ കൽപ്പനകളെയും നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. അതിനെ ലംഘിക്കുക എന്നുള്ളത് അത് നിയമലംഘകരായി നമ്മളെ മാറ്റുന്നതാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരെ നിയമത്തിനെതിരിൽ നമ്മൾ ഇളക്കിവിടുക എന്നുള്ളതും ഇസ്ലാമിക രീതിയല്ല, ഇസ്ലാമിക ചര്യയല്ല. മഹാത്മാ പറയുന്നു, തീർച്ചയായും വികാരാവേശത്തിൽ ഒരിക്കലും തന്നെ നിങ്ങൾ അടിപ്പെട്ടു പോകരുത് എന്ന് പറയുകയുണ്ടായി. TV, ഇന്റർനെറ്റ്, ഞാൻ പറഞ്ഞതുപോലെ അതെല്ലാം തന്നെ നമ്മളെ ശരീരേച്ഛകളിൽ അടിപ്പെട്ടു പോകാനുള്ള അവസരങ്ങളാണ് നൽകുന്നത്. അതേപോലെ തന്നെ പല കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഇത് മുഖേന ഉണ്ടാകുന്നു. മനുഷ്യൻ ശരീരേച്ഛക്ക് അടിപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ
അത് നമ്മുടെ ശരീരേച്ഛകളെ ഉത്തേജിപ്പിക്കുന്നതായിരിക്കും, അതിനെ നമ്മളെ കീഴ്പ്പെടുത്തുന്നതായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഓരോ അഹമ്മദിയും അതിന് പരിശ്രമിക്കേണ്ടതാണ്. പറയുന്നു, അഹമ്മദിയത്തിൽ പ്രവേശിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ഈ കൽപ്പനയും പാലിക്കേണ്ടതാണ്. അതായത് നമസ്കാരത്തെ 5 നേരവും അതിന്റെ എല്ലാ നിബന്ധനകളോടുകൂടിയും നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ഇങ്ങനെയും നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുക. 10 വയസ്സായ കുട്ടിയിൽ നമസ്കാരം നിർബന്ധമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ഇതിനെ നോക്കേണ്ടതാണ്, നിരീക്ഷിക്കേണ്ടതാണ്. ഈ നിരീക്ഷണത്തിന്റെ കടമ നിറവേറ്റപ്പെടണമെങ്കിൽ മാതാപിതാക്കൾ സ്വയം അതിന് മാതൃകകളായി തീരേണ്ടതാണ്. പല കംപ്ലൈന്റുകളും എന്റെ അടുത്ത് വരാറുണ്ട്. അതായത് ചില കുട്ടികളും കംപ്ലൈന്റ് പറയാറുണ്ട്, എന്റെ മാതാപിതാക്കൾ നമസ്കരിക്കാറില്ല. ഭാര്യമാർ പറയുന്നു ഭർത്താക്കന്മാർ നമസ്കരിക്കാറില്ല. ആ കുട്ടികൾ ഈ മാതൃകയല്ലേ കാണുന്നത്? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 5 നേര നമസ്കാരം നിബന്ധനകളോടുകൂടി അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കണം എന്നുള്ളതാണ്. അതിലെ രോഗമോ അതല്ലെങ്കിൽ ഒരിക്കലും വരാൻ പറ്റാത്ത വല്ല ന്യായമായ കാരണമുണ്ടെങ്കിൽ ഒഴികെ ഇതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ പള്ളികൾ നമസ്കാരക്കാരെ കൊണ്ട് നിറയുന്നതാണ്. ചുരുങ്ങിയ പക്ഷം ഭാരവാഹികൾ മാത്രമെങ്കിലും ഇതനുസരിച്ചുകൂടെ പ്രവർത്തിച്ചാൽ വലിയ മാറ്റമുണ്ടാകും. ഇത് സംബന്ധമായി ഇടക്കിടക്ക് ഞാൻ പറയാറുള്ളതാണ്. എന്നാലും ഇതിന് വളരെ വലിയ കുറവാണ് കണ്ടുവരുന്നത്. ഇതിനു വേണ്ടി പരിശ്രമിക്കേണ്ട ആവശ്യമാണുള്ളത്. ജമാഅത്തി സംവിധാനം കീഴ്ഘടകങ്ങളും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ആരാണോ നമസ്കാരം ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവൻ മൃഗത്തെക്കാളും വലിയ ഇത് മറ്റെന്താണ് ചെയ്തത്? അവനും മൃഗവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ഓരോ അഹമ്മദി ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രതിജ്ഞ നമ്മളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് തഹജ്ജുദ് നമസ്കാരം അനുഷ്ഠിക്കുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, നിങ്ങൾ തഹജ്ജുദ് നമസ്കാരം അനുഷ്ഠിക്കേണ്ടതാണ്. കാരണം ഇത് മുൻകഴിഞ്ഞ സ്വാലിഹീങ്ങളുടെ രീതിയാണ്. ഇത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമാണ് പറഞ്ഞത് എന്നാണ് തോന്നുന്നത്. നിങ്ങൾ തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കേണ്ടതാണ്. മുൻകാല സ്വാലിഹീങ്ങളുടെ പ്രവൃത്തിയാണിത്. ദൈവസാമീപ്യത്തിനുള്ള മാർഗമാണിത്. ഇത് തിന്മകളിൽ നിന്ന് നമ്മളെ അകറ്റുന്നു, തിന്മകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ശീലമാണിത്. ശാരീരിക രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു ആത്മീയ ചികിത്സ മാത്രമല്ല, ശാരീരികമായ ചികിത്സ കൂടിയാണ് ഇത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ ജമാഅത്തിലുള്ളവർ അവർ തഹജ്ജുദ് കൃത്യമായി അനുഷ്ഠിക്കേണ്ടതാണ്. കൂടുതൽ കഴിയില്ലെങ്കിൽ ചുരുങ്ങിയ 2 റക്അത്തെങ്കിലും നമസ്കരിക്കുക. തീർച്ചയായും അവർക്ക് ദുആ ചെയ്യാനുള്ള അവസരം എന്തായാലും അപ്പോൾ ലഭിക്കുന്നതാണ്. ആ സമയത്തുള്ള ദുആ പ്രത്യേകം സ്വീകരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ആ മഹാത്മാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പേര് സലാത്ത് ചെല്ലണം എന്ന് നമ്മളോട് പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, ആരാണോ എനിക്ക് സ്വലാത്ത് അയച്ചത് അള്ളാഹു അവർക്ക് 10 മടങ്ങ് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ്. അപ്പോൾ സലാത്ത് ചെല്ലുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട്. ദുആ സ്വീകാര്യതയ്ക്കും ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ദുആ ആകാശഭൂമികൾക്കിടയിൽ ഇങ്ങനെ നിൽക്കും. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ സലാത്ത് ചെല്ലാത്തിടത്തോളം കാലം അതിന്റെ ഒരു ഭാഗവും മുകളിലേക്ക് പോകുന്നതല്ല. ബയ്യത്തിൽ മറ്റൊരു പ്രതിജ്ഞ നമ്മൾ ചെയ്യുന്നത് ഇസ്തിഗ്ഫാർ നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഒരു റിവായത്തിൽ വരുന്നു,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, ആരാണോ ഇസ്തിഗ്ഫാറിനെ മുറുകെ പിടിക്കുന്നത്, കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്, അല്ലാഹു തആല അവർക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം നൽകുന്നതാണ്. അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് എളുപ്പത്തിനുള്ള മാർഗം തുറന്നു കൊടുക്കുന്നതാണ്. അവര് പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അവർക്ക് റിസ്ക് അള്ളാഹു നൽകുകയും ചെയ്യുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ചില ആളുകളുണ്ടാകും അവർക്ക് തിന്മ എന്താണ് എന്നറിയാം, എന്നാൽ ചിലരുണ്ടാകും അവർക്ക് തിന്മ എന്താണ് എന്നറിയുക തന്നെയില്ല. അതുകൊണ്ടാണ് അള്ളാഹു തആല എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ എല്ലാ തിന്മകളിൽ നിന്നും, അത് ബാഹ്യമായതായാലും ആന്തരികമായതായാലും, അവന് അറിയാമെങ്കിലും ഇല്ലെങ്കിലും അതിൽ നിന്നും അവൻ രക്ഷ തേടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചും എപ്പോഴും നമ്മൾ മുമ്പിൽ വെക്കേണ്ടതാണ്. മറ്റൊരു പ്രതിജ്ഞ നമ്മളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നമ്മൾ എപ്പോഴും തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഇഹ്സാൻ അള്ളാഹു കാലഘട്ടത്തിന്റെ ഇമാമിനെ നമുക്ക് വിശ്വസിക്കാനുള്ള സൗഭാഗ്യം നൽകി എന്നുള്ളതാണ്. ഈ ഒരു അനുഗ്രഹം നമ്മൾ ഓർത്താൽ, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹവുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേൾക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. മറ്റൊന്ന്, അള്ളാഹുവിനെ ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഓരോ പ്രവൃത്തിയും അള്ളാഹുവിന്റെ സ്തുതി ഇല്ലാതെ നമ്മൾ തുടങ്ങിയാൽ അത് അനുഗ്രഹപൂർണമാവില്ല, അതിൽ ഒരു ഫലവും ഉണ്ടാവുകയില്ല. റസൂൽ തിരുമേനി മറ്റൊന്ന് പറഞ്ഞു, ആരാണോ അല്പമുള്ളതിൽ നന്ദി രേഖപ്പെടുത്താത്തത് അവർക്ക് കൂടുതൽ കിട്ടിയാലും നന്ദി രേഖപ്പെടുത്തുകയില്ല. ആരാണോ ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്താത്തത് അവര് അള്ളാഹുവിനോടും നന്ദി രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്തുതി, ഹംദ് ഈ രീതിയിൽ നമ്മൾ നടത്തുക, അതായത് സൃഷ്ടികളോടും നമ്മൾ സ്തുതി ചെയ്യുന്നവരായി മാറണം. മറ്റൊരു പ്രതിജ്ഞ നമ്മൾ ചെയ്തത്, പൊതുജനങ്ങൾക്ക് നമ്മൾ ഒരു വിധത്തിലുള്ള ഉപദ്രവം നൽകില്ല. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ ശരീരേച്ഛകൾക്ക് അടിപ്പെട്ടുകൊണ്ട് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും അവർക്ക് നൽകില്ല. എത്രമാത്രം വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുമോ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്. ഇനി ഏതെങ്കിലും അവസ്ഥയിൽ ആരെങ്കിലും കൂടുതലായി നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അവരെ ഇസ്ലാഹ് ചെയ്യുന്നതിന് വേണ്ടി, ദേഹേച്ഛകളെ ശമിപ്പിക്കുന്നതിന് വേണ്ടിയല്ല. ആർക്കെങ്കിലും ശിക്ഷ നൽകണമെന്നുണ്ടെങ്കിൽ സ്വന്തം കൈകൊണ്ടവർക്ക് ശിക്ഷ നൽകില്ല, മറിച്ച് ഭരണാധികാരികളിൽ അത് എത്തിക്കുന്നതാണ് ആ പ്രശ്നങ്ങൾ. ഇസ്ലാഹ് ചെയ്യണമെങ്കിൽ അത് ഓരോരുത്തരും ചെയ്യലല്ല, അധികാരസ്ഥരാണ് ഇസ്ലാഹ് ചെയ്യേണ്ടത്. ആരോടും നമ്മൾ പ്രതികാരം സ്വയം വാങ്ങില്ല. വിനയത്തോടും അതേപോലെ തന്നെ ലാളിത്യത്തോടും നമ്മൾ പ്രവർത്തിക്കുന്നതാണ്. മറ്റൊരു പ്രതിജ്ഞ, എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനോട് കൂറുള്ളവരായി തീരുന്നതാണ്. സന്തോഷാവസരത്തിലും സന്താപ വേളയിലും അള്ളാഹുവിനെ കൂട്ടുപിടിക്കുന്നതാണ്. ഒരു ഹദീസിൽ വരുന്നു, റസൂൽ തിരുമേനി പറഞ്ഞു, വിശ്വാസിയുടെ അവസ്ഥ അത്ഭുതകരമാണ്. എല്ലാ പ്രവൃത്തിയും അവന് ബർക്കത്ത് തന്നെ നൽകുന്നതാണ്. ഈ ഫضല് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്, വിശ്വാസികൾക്ക് പ്രത്യേകപ്പെടുത്തിയതാണ്. അവന് വല്ല സന്തോഷവും വല്ല ആശ്വാസവും ലഭിച്ചാൽ അവനുടനെ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തും. ആ നന്ദി രേഖപ്പെടുത്തൽ അവന് കൂടുതലായി നന്മകൾ ലഭിക്കുന്നതിന് കാരണമായി തീരുന്നതാണ്. ഇനി വല്ല ദുഃഖവും വിഷമവും ബുദ്ധിമുട്ടും നഷ്ടവും വന്നാൽ അതിലും അവൻ ക്ഷമ കൈക്കൊള്ളുന്നു. അവന്റെ ഈ രീതിയും അവന് വീണ്ടും അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാൻ കാരണമായി തീരുന്നു. കാരണം അവൻ ക്ഷമയുടെ ഫലം അനുഭവിക്കുന്നു. ഏതൊരവസ്ഥയിലും അള്ളാഹുലേക്ക് തന്നെ ഓടുക, ഇതാണ് ഒരു വിശ്വാസിയുടെ രീതി. ഇത് നമ്മൾ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രതിജ്ഞ നിറവേറ്റുന്നവരായി നമ്മൾ മാറുന്നതാണ്. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാ നിന്ദ്യതയും എല്ലാ ദുഃഖവും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത്.
ഒരു പ്രയാസം വന്നാലും ഒരിക്കലും തന്നെ മുഖം തിരിക്കുന്നതല്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എന്റേതാരാണോ അവർ എന്നിൽ നിന്നും ഒരിക്കലും അകലുകയില്ല. പ്രയാസമുണ്ടായാലും ജനങ്ങൾ അവരെ എന്തു പറഞ്ഞാലും, ആകാശീയമായ അപകടങ്ങൾ വന്നാലും പരീക്ഷണങ്ങൾ വന്നാലും അവർ എന്നെ കൈവടിയുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റേതായി നമ്മൾ മാറേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. ദുഃഖവും നിന്ദതയും നമുക്ക് നൽകിയാലും ഒരിക്കലും ഒരു വകയും വെക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. മറ്റൊരു പ്രതിജ്ഞ നമ്മൾ ചെയ്തത് നമ്മൾ ദുരാചാരങ്ങളിൽ അടിപ്പെട്ടു പോകുന്നതല്ല എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, ദീനീ കാര്യത്തിൽ ആരാണോ പുതിയ ചര്യകൾ കൊണ്ടുവരുന്നത്, ദീനുമായി ബന്ധമില്ലാത്ത ചര്യകൾ കൊണ്ടുവരുന്നത്, അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതും അസ്വീകാര്യവുമാണ്. ഇക്കാര്യത്തിലും എപ്പോഴും നമ്മൾ ഉണർന്നിരിക്കേണ്ടതാണ്. ഇക്കാലത്ത് വിവാഹ കാര്യത്തിൽ പല രീതിയിലുള്ള ചടങ്ങുകളും രീതികളും നടമാടിയിട്ടുണ്ട്. അഹമ്മദികൾ ഇതിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കേണ്ടതാണ്. തന്റെ ചുറ്റുപാടും നോക്കി മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് ഒരിക്കലും നമ്മളത് അനുകരിക്കരുത്. ഇക്കാര്യത്തിൽ വിശദീകരിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. തർബിയത്ത് സെക്രട്ടറിമാരും ലജ്നായിമായില്ലയും ഈ ഇടയ്ക്കിടയ്ക്ക് ജമാഅത്തുകളെ ഈ കാര്യങ്ങൾ ഉണർത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. അങ്ങനെ സ്വീകരിക്കപ്പെടാത്ത പ്രവർത്തികളിൽ നിന്നും ജമാഅത്ത് അംഗങ്ങൾ വിട്ടുനിൽക്കേണ്ടതാണ്. മറ്റൊരു പ്രതിജ്ഞ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്വന്തം ഇച്ഛകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതല്ല എന്ന്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, തന്റെ റബ്ബിന് മുമ്പാകെ നിൽക്കുന്നതിനെ തൊട്ട് ഭയപ്പെടുകയും തന്റെ നഫ്സിന്റെ ആഗ്രഹങ്ങളെ തടയുകയും ചെയ്യുന്നുവോ അവരുടെ സ്ഥാനം സ്വർഗമാണ്. ഇതാണ് ദേഹേച്ഛയെ നിയന്ത്രിക്കുക എന്നുള്ളത്. അതാണ് സർവ്വതും അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കിക്കൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ തന്നെ സ്വർഗത്തിന്റെ ആ സ്ഥാനം അവൻ കരസ്ഥമാക്കുന്നതാണ്. മറ്റൊരു പ്രതിജ്ഞ, അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർണ്ണമായി ഞാൻ എന്നെ നടപ്പിൽ വരുത്തുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾ ഓർത്തിരിക്കുക, അള്ളാഹുവിന്റെ അധ്യാപനം വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾക്ക് എതിരായി ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾ മുന്നോട്ട് വെക്കരുത്. ഞാൻ സത്യമായും പറയുന്നു, ആരാണോ വിശുദ്ധ ഖുർആന്റെ 700 കൽപ്പനകളിൽ ഒരു ചെറിയ കൽപ്പനയെ പോലും ഉപേക്ഷിക്കുന്നത്, അവൻ മോക്ഷത്തിന്റെ കവാടം തന്റെ കരങ്ങളെ കൊണ്ട് സ്വന്തം അടക്കുകയാണ് ചെയ്യുന്നത്. മറ്റു പ്രതിജ്ഞ നമ്മൾ ചെയ്തിരിക്കുന്നത് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അവരുടെ എല്ലാ കൽപ്പനകളും തന്റെ മാർഗരേഖയായി സ്വീകരിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മൾക്ക് ഒരേ ഒരു റസൂലേ ഉള്ളൂ, ഒരേ ഒരു ഖുർആൻ മാത്രമേ ഉള്ളൂ. ആ റസൂലിൽ ഇറങ്ങിയിരിക്കുന്ന ഖുർആൻ, ഇതിനെ പിൻപറ്റിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിനെ ലഭിക്കുന്നതാണ്. അവനെ കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. മറ്റു പ്രതിജ്ഞ നമ്മൾ ചെയ്തിരിക്കുന്നത് അഹംഭാവം, മിഥ്യാഭിമാനം മുതലായവ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ സത്യമായും പറയുന്നു, ഖിയാമത്ത് നാളിൽ ശിർക്കിന് ശേഷം അഹംഭാവത്തെക്കാളും വലിയ മുസീബത്ത് വരാനില്ല. ഇത് ഇരുലോകത്തും മനുഷ്യനെ നിന്ദനാക്കുന്ന മുസീബത്താണ്. വളരെ ഭയാനകമായ അവസ്ഥയാണ്. പറയുന്നു, ഞാൻ എന്റെ ജമാഅത്തിനെ ഉപദേശിക്കുന്നു, നിങ്ങൾ അഹംഭാവത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. കാരണം അഹംഭാവം പ്രതാപവാനായ അള്ളാഹുവിനേക്കാൾ മുമ്പിൽ വളരെ വെറുക്കപ്പെട്ടതാണ്. മറ്റൊരു പ്രതിജ്ഞ നമ്മളോട് വാങ്ങിയിട്ടുള്ളത് വിനയവും ലളിതവുമായ ജീവിതം ഞാൻ വരിക്കുന്നതാണ് എന്നുള്ളതാണ്. റസൂൽ തിരുമേനി പറയുകയുണ്ടായി, അള്ളാഹുവിന് വേണ്ടി ആരാണോ വിനയവും ലളിത ജീവിതവും സ്വീകരിച്ചിരിക്കുന്നത്, അള്ളാഹു അവരുടെ ഒരു പദവി ഉയർത്തുന്നതാണ്. അങ്ങനെ അവൻ ഇല്ലീങ്ങളുടെ ആ സ്ഥാനം വരെ എത്തുന്നതാണ്. അതായത് വിനയവും ലളിത ജീവിതവും അവൻ സ്വീകരിച്ചു കൊണ്ടേ പോകുമ്പോൾ അവന്റെ പദവി ഉയർന്നു പോകും. അങ്ങനെ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന സ്ഥാനം വരെ അവൻ എത്തുന്നതാണ്. മറ്റൊരു പ്രതിജ്ഞ നമ്മളോട് വാങ്ങിയിരിക്കുന്നത് എപ്പോഴും സൽസ്വഭാവം നമ്മുടെ ശീലമാക്കുന്നതാണ്. ഇതും ഓരോരുത്തരും മുമ്പിൽ വെക്കേണ്ടതാണ്. മറ്റൊരു പ്രതിജ്ഞ നമ്മളോട് വാങ്ങിയിട്ടുള്ളത് വളരെ ശാന്തമായ ജീവിതം ഞാൻ നയിക്കുന്നതാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു,
അള്ളാഹുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മിസ്കീനുകളുടെ ഹൃദയത്തിന്റെ അടുത്ത് നിങ്ങൾ അന്വേഷിക്കുക. മറ്റു പ്രതിജ്ഞ നമ്മളോട് വാങ്ങിയിട്ടുള്ളത് ദീനിനെയും ദീനിന്റെ അന്തസ്സിനെയും ദീനിന്റെ അന്തസ്സിനെയും ഇസ്ലാമിന്റെ ക്ഷേമത്തെയും സ്വന്തം ജീവനേക്കാളും മുതലിനേക്കാളും മാനത്തേക്കാളും മക്കളെക്കാളും മറ്റു പ്രിയങ്കരമായതിനേക്കാളും എല്ലാം കൂടുതൽ പ്രിയപ്പെട്ടതായി കാണുന്നതാണ്. അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളോടും ആത്മാർത്ഥമായ സഹാനുഭാവം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഓർക്കുക, അള്ളാഹു നന്മയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവന്റെ സൃഷ്ടികളോട് അനുകമ്പാപൂർവം വർത്തിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഞാനുമായി ബന്ധം വെക്കുന്ന നിങ്ങൾ ഓർമ്മിക്കുക, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരോടെല്ലാം നിങ്ങൾ അനുകമ്പാപൂർവം വർത്തിക്കുക. നിങ്ങൾ എല്ലാവരോടും അനുകമ്പാപൂർവം വർത്തിക്കുക. വിവേചനം കൂടാതെ എല്ലാവർക്കും നന്മ ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആന്റെ പാഠം. മറ്റൊരു പ്രതിജ്ഞ നമ്മളോട് വാങ്ങിയിരിക്കുന്നത് അള്ളാഹു നൽകിയിരിക്കുന്ന കഴിവനുസരിച്ചുകൊണ്ട് സൃഷ്ടികളെ സേവിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, സൃഷ്ടികളുടെ എന്തെന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, ഏതെല്ലാം മാർഗങ്ങളിലൂടെയും വഴികളിലൂടെയും അള്ളാഹു ചിലരുടെ ആശ്രിതരാക്കിയിട്ടുണ്ടോ, ഈ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനു വേണ്ടി മാത്രം തന്റെ ശരിയായതും നിസ്തുലവും ശുദ്ധവുമായ സഹതാപം തന്റെ വ്യക്തിത്വത്തിൽ നിന്നും പുറപ്പെടുമോ, അതു മുഖേന അവർക്ക് പ്രയോജനം എത്തിക്കുക. സഹായം ആവശ്യമായ ഓരോരുത്തർക്കും ദൈവം തന്ന കഴിവനുസരിച്ച് സഹായം നൽകുക. അവരുടെ ദുന്യാവും ആഖിറത്തും രണ്ടും ശരിയാക്കുന്നതിനായി ശക്തി ചെലുത്തുകയും ചെയ്യുക. ലോകത്തിന്റെ ആത്മീയമായ ഗുണത്തിനു വേണ്ടി പരിശ്രമിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അതുപോലെ തന്നെ ഭൗതികമായ ഗുണം എത്തിക്കലും നമ്മുടെ ജോലിയാണ്. ഭൗതികമായ രീതിയിലുള്ള സഹതാപം നമ്മൾ ചെയ്യുന്നത്, സൃഷ്ടിസേവനം ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ തബ്ലീഗ് ചെയ്യുക എന്നുള്ളതും മാനവ സമൂഹത്തിന്റെ നന്മയ്ക്കായി ചെയ്യേണ്ടത് നിർബന്ധമാണ്. മറ്റൊരു പ്രതിജ്ഞ നമ്മളോട് വാങ്ങിയിരിക്കുന്നത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ഒരടുത്ത ബന്ധം അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പ്രീതിക്കായി നമ്മൾ സ്ഥാപിക്കുന്നതാണ്. അതിൽ അനുസരണത്തിന്റെ സമ്പൂർണ്ണ മാതൃക പ്രകടിപ്പിക്കുന്നതാണ്. അത് ഒരു ബന്ധത്തിലോ ഒരു സേവക ഭാവ ബന്ധത്തിലോ കാണാൻ കഴിയാത്തത്ര സ്നേഹബന്ധം അദ്ദേഹവുമായി നമ്മൾ പുലർത്തുന്നതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ മഹാത്മാവ് നമ്മുടെ ഭൗതികവും ആത്മീയവും വൈജ്ഞാനികവുമായ ഉന്നമനത്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ പിൻപറ്റുന്നതാണ്. അദ്ദേഹത്തിന് ശേഷം ആ മഹാത്മാവ് സ്ഥാപിച്ച ഖിലാഫത്തെ അഹമ്മദിയ ഏതെല്ലാം നിർദ്ദേശങ്ങളാണ് നൽകുന്നത് അത് നമ്മൾ പിൻപറ്റുന്നതാണ്. അത് ശരീഅത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതിന്റെ മാതൃകകൾ അനുസരിച്ചുള്ളതാണ്. ഇതില്ലാതെ നമ്മുടെ തർബിയത്ത് മുന്നോട്ട് പോവുകയില്ല, നമ്മുടെ ഐക്യം നിലനിൽക്കുകയില്ല. അതുകൊണ്ട് നാം ഓരോരുത്തരും ആത്മപരിശോധന നടത്തുക. കഴിഞ്ഞ വർഷം നാം നമ്മുടെ ഈ പ്രതിജ്ഞകളെ എത്രമാത്രം നിറവേറ്റിയിട്ടുണ്ട്, വല്ല കുറവുമുണ്ടെങ്കിൽ ഈ വർഷം അത് എങ്ങനെ പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ ജമാഅത്തിൽ ഉൾപ്പെടുന്നവര് നമ്മുടെ അധ്യാപനത്തെ അവരുടെ മാർഗരേഖയാക്കി സ്വീകരിക്കുന്നവരാണ്. തങ്ങളുടെ കഴിവും ശക്തിയും അനുസരിച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹു നമ്മളോട് എല്ലാം വിട്ടുവീഴ്ച ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞുപോയ എല്ലാ ന്യൂനതകളും അള്ളാഹു പരിഹരിക്കട്ടെ. വല്ല പോരായ്മകളും ഉണ്ടെങ്കിൽ അത് പുറത്തു തരട്ടെ. വരും വർഷങ്ങളിൽ ഈ പുതിയ വർഷം നമ്മളുടെ ശക്തി അനുസരിച്ചുകൊണ്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശമനുസരിച്ച് ക്രമപ്പെടുത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ. 2 ജനാസ ഗായിബ് ഞാൻ നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്ന് നമ്മുടെ ഷഹീദ് സഹോദരന്റെ ജനാസയാണ്. ലുക്മാൻ ഷഹസാദ സാഹിബ് അല്ലാദത്ത സാഹിബിന്റെ മകൻ ബഡി ഷാ റഹ്മാൻ ജില്ല ഗുജറാംവാലയിൽ ആയിരുന്നു താമസിച്ചിരുന്നത്. അഹമ്മദിയത്തിന്റെ എതിരാളികൾ 27 ഡിസംബറിന് സുബഹി നമസ്കാരത്തിന് ശേഷം വെടിവെച്ച് ഷഹീദാക്കി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലുക്മാൻ ഷഹസാദ സാഹിബ് തന്റെ കുടുംബത്തിലെ ഏക അഹമ്മദിയായിരുന്നു. ഷഹീദ് മർഹൂം 27 നവംബർ 2007 ബയ്യത്ത് ചെയ്തത്. അങ്ങനെ ജമാഅത്തിൽ പ്രവേശിച്ചു. ബയ്യത്തിന് മുമ്പേ
ആ പ്രദേശത്തുള്ള അഹമ്മദികളുമായി നല്ല ബന്ധമായിരുന്നു. ബഡി ഷാ റഹ്മാൻ ജമാഅത്തിലെ പ്രസിഡന്റ് സുൽത്താൻ അഹമ്മദ് സാഹിബ് അവിടുത്തെ നാട്ടുകാരുമായി സംവാദം നടത്തുകയും അതിൽ ജമാഅത്ത് വിജയിച്ചതായും കണ്ടു തെളിവുകൾ കേൾക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി പ്രസിഡന്റുമായി ഇദ്ദേഹത്തിന് ബന്ധം സ്ഥാപിച്ചു. അതിനുശേഷം NTA പ്രോഗ്രാം കണ്ടു. പ്രത്യേകിച്ച് എന്റെ ഖുത്ബകൾ MTA പ്രോഗ്രാം കാണാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്റെ ഖുത്ബകൾ കാണുമായിരുന്നു. ഇതാണ് അഹമ്മദിയത്ത് സ്വീകരിക്കാൻ കാരണമായത്. അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. എതിരാളികൾ അഹമ്മദിയത്ത് ഉപേക്ഷിക്കാനായി സമ്മർദ്ദം ചെലുത്തി. ഷഹീദ് മർഹൂൻ പീഡനങ്ങളും ഭീഷണങ്ങളും ഏൽക്കേണ്ടി വന്നു. പല മൗലവിമാരുമായി ചർച്ച നടത്തി. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു മൗലവിക്കും അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഉപ്പാപ്പ അടുത്ത പള്ളിയിൽ നിർബന്ധിച്ചു കൊണ്ടുപോയി. അവിടെ കുറച്ച് മൗലവിമാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് അഹമ്മദിയത്ത് കൈയൊഴിയാൻ അവർ പറഞ്ഞു. അഹമ്മദിയ ജമാഅത്ത് കള്ളമാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ സ്ഥാപിച്ചാൽ ഞാൻ ഉപേക്ഷിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. മൗലവി പറഞ്ഞു, ഇനി ചർച്ചകളൊന്നുമില്ല, ജമാഅത്ത് ഉപേക്ഷിച്ചു എന്ന് മാത്രം പ്രഖ്യാപിച്ചാൽ മതി. ഒരു തെളിവ് ഞങ്ങൾക്ക് നൽകാനില്ല. ഷഹീദ് മർഹൂം അംഗീകരിക്കാത്തത് കാരണം ഇദ്ദേഹത്തിന്റെ ഉപ്പാപ്പയും ഇവിടെയുള്ള മൗലവിമാരും മറ്റുള്ളവരും ഇദ്ദേഹത്തെ വടികൊണ്ടും മറ്റും അടിച്ചു. അത് കാരണം നട്ടലിന് ഗുരുതരമായ പരിക്ക് പറ്റി, മുറിവേറ്റു. അടിച്ചടിച്ചൊരു വണ്ടിയിൽ കയറ്റി എളാപ്പയുടെ വീട്ടിൽ കൊണ്ടിട്ടു എതിരാളികൾ. മൃഗങ്ങളുടെ ആലയിൽ കൊണ്ടുപോയി തള്ളി. ഉമ്മക്ക് ഇതിനെക്കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ ഉടനെ അദ്ദേഹത്തിന്റെ എളാപ്പയുടെ വീട്ടിൽ ചെന്നു തന്റെ മകനെ തിരിച്ചു തരാൻ പറഞ്ഞു. ആദ്യം അവർ നിഷേധിച്ചു. മാതാവിനെയും അടിച്ചു. അവർ അനഹമ്മദിയായിരുന്നു. ഉമ്മയുടെ നിർബന്ധത്തിൽ വഴങ്ങി ഷഹീദ് മർഹൂമിനെ ഉമ്മയെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങളുമായി ഒരു ബന്ധവുമില്ല. ഷഹീദ് മർഹൂമിന്റെ ബയ്യത്തിന് ഒരു വർഷത്തിന് ശേഷം നിർബന്ധിച്ച് ബന്ധുക്കൾ അദ്ദേഹത്തെ ഉപ്പയുടെ അടുത്ത് സൗദി അറേബ്യയിലേക്ക് അയച്ചു, അഹമ്മദിയത്തെ ഉപേക്ഷിക്കുന്നതിനു വേണ്ടി. സൗദി അറേബ്യയിലും അദ്ദേഹത്തോട് വളരെ മോശമായാണ് പെരുമാറിയത്. കുടുംബങ്ങൾ അദ്ദേഹം സൗദി അറേബ്യയിൽ എത്തുന്നതിന് മുമ്പേ അഹമ്മദിയാണെന്ന് അറിയിച്ചിരുന്നു. സയ്യിദ് മർഹൂം സൗദി അറേബ്യയിലും അഹമ്മദിയത്ത് എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ അഹമ്മദി മുഖേന ജമാഅത്തുമായി ബന്ധം സ്ഥാപിച്ചു. ഷഹീദ് മർഹൂം ഇക്കാര്യത്തിൽ വളരെയധികം സന്തോഷിച്ചു. അവിടെ താമസിച്ച കാലത്ത് മർഹൂമിന് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. 3 വർഷത്തിന് ശേഷം ഷഹീദ് മർഹൂം തിരിച്ച് സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചു വന്നു. തന്റെ കൃഷി തുടങ്ങി. 26 നവംബർ 2014 ബഡി ഷാ റഹ്മാനിൽ ജമാഅത്തിന്റെ എതിരാളികൾ ഖത്തബ് നുബുവത്ത് കോൺഫറൻസ് സംഘടിപ്പിച്ചിരുന്നു. അതിൽ രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൊല്ലാക്കൾ പങ്കെടുത്തിരുന്നു. ഈ കോൺഫറൻസിൽ അഹമ്മദികൾ വധിക്കപ്പെടേണ്ടതാണെന്ന ഫത്വ മുല്ലാക്കൾ നൽകി. ലുക്മാൻ ഷഹദാസ് സാഹിബിനെതിരിൽ പ്രത്യേകിച്ച് ജനങ്ങളെ ഇളക്കിവിട്ടിരുന്നു. ഈ കോൺഫറൻസിന് ശേഷം എതിരാളികളിൽ നിന്നും തുടർച്ചയായി ഭീഷണികൾ വന്നുകൊണ്ടിരുന്നു. അവസാനം 27 ഡിസംബർ സുബൈ നമസ്കരിച്ച് തന്റെ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. എതിരാളികൾ പിന്നിൽ വന്ന് വെടിവെച്ചു. അത് കാരണം ഗുരുതരമായി പരിക്കേറ്റു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയായിരുന്നു. വഴി മധ്യ ഷഹീദാവുകയുണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം ഏപ്രിൽ 5, 1989 ആണ് ജനിച്ചത്. വിശ്വസ്തനും സ്വാത്വികനും സൽപ്രകൃതക്കാരനും മറ്റുമായിരുന്നു. മുഖ്ലിസായ യുവാവായിരുന്നു. ജമാഅത്ത് അഹമ്മദിയ ബഡി ഷാ റഹ്മാനിലെ സെക്രട്ടറി മാലായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബയ്യത്തിന് ശേഷം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുസ്തകങ്ങൾ വളരെ താൽപര്യത്തോടെ പാരായണം ചെയ്തിരുന്നു. മർഹൂമിന് തബ്ലീഗ് വളരെ താൽപര്യമായിരുന്നു. അഹമ്മദി സഹോദരങ്ങളോട് പറയാറുള്ളത്, എന്റെ സുഹൃത്ത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുസ്തകങ്ങൾ വായിക്കുന്നവരാണ്. എന്റെ വീട്ടുകാരെല്ലാവരും അഹമ്മദിയത്തിൽ പ്രവേശിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിൽ അയൽവാസിയായ ഒരു അനഹമ്മദി പറയുകയുണ്ടായി, ഈ കുട്ടിയിൽ അഹമ്മദി ആയതിനു ശേഷം വലിയ മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട്. അഹമ്മദി ആയത് മുതൽ തഹജ്ജുദ് തുടങ്ങി കൃത്യം 3 മണിക്ക് അവന്റെ റൂമിലെ ലൈറ്റ് തെളിയും. അഹമ്മദിയത്ത് സ്വീകരിച്ച കാരണത്താൽ ഞാൻ ചീത്ത പറയുമ്പോൾ ഷഹീദ് മർഹൂമിന്റെ മാതാവ് എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു. അപ്പോൾ ഷഹീദ് മർഹൂം തന്റെ ഉമ്മയോട് പറഞ്ഞിരുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കേൾക്കേണ്ടി വരും. കാരണം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, എതിരാളികൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ക്ഷമിക്കണം എന്നതാണ്.
ഉമ്മ അഹമ്മദിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാരണം നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കേണ്ടതായി വരും. അള്ളാഹു ഷഹീദിന്റെ പദവികൾ ഉയർത്തട്ടെ, ജന്നത്തുൽ ഫിർദൗസിൽ ഉന്നത സ്ഥാനം നൽകട്ടെ. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനും അഹമ്മദിയത്തിന്റെ പ്രകാശത്താൽ അനുഗ്രഹം കരസ്ഥമാക്കാൻ കഴിയട്ടെ. റഫി ഭട്ട് സാഹിബ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, ഷഹാദത്തിന് ഒരാഴ്ചക്ക് മുമ്പ് റബ്വയിൽ എന്റെ അടുത്ത് വന്നു. ജമാഅത്തിന്റെ പുരോഗതിയെക്കുറിച്ചാണ് സംസാരിച്ചത്. ദൈവത്തെ ഇല്ലല്ലാ ചെയ്യുന്ന പ്രത്യേക ആവേശം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. മൗലാ ബാബുൽ അവ്വാബുൽ ഒരു സുഹൃത്തിന്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയി. അവിടെ ഓരോ വിഷയത്തെ കുറിച്ചുള്ള ഉദ്ധരണികളുടെ നോട്ട്ബുക്ക് കണ്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു. തന്റെ മൊബൈലിൽ കുറെ ഫോട്ടോകൾ ആ നോട്ട്ബുക്കിന്റേത് എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതാണ്. ഇദ്ദേഹത്തിന്റെ കൈവശം ഖജനാവുണ്ട്, അറിവിന്റെ ഖജനാവുണ്ട്, അത് ഞാൻ പ്രയോജനപ്പെടുത്തുന്നതാണ്. ലുക്മാൻ ഷഹസാദ് സാഹിബിന്റെ ഒരു പ്രത്യേകത ഇതായിരുന്നു, അദ്ദേഹം നിത്യവും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പുസ്തകം വായിക്കാറുണ്ടായിരുന്നു. അത് കാരണം അദ്ദേഹത്തിന്റെ ആത്മീയത വളരെയധികം വർദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സദസ്സിൽ ഇരുന്ന് എഴുന്നേൽക്കുന്നവർ ഒരു നവാന്മോഷത്തോടു കൂടിയാണ് എഴുന്നേൽക്കാറുള്ളത്. അൽമാസ് മഹ്മൂദ് നാസിർ സാഹിബ് മുറബി സിൽസില പറയുന്നു, ലുക്മാൻ സാഹിബ് ഞാൻ ജാമ്യയിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ആദ്യമായി നിയോഗിക്കപ്പെട്ട സ്ഥലത്തുള്ള വ്യക്തിയാണ്. ലുക്മാൻ സാഹിബ് എന്റെ അടുത്ത് കുറെ നേരം ഇരിക്കുമായിരുന്നു. അന്ന് അദ്ദേഹം ബയ്യത്ത് ചെയ്തിരുന്നില്ല. വൈജ്ഞാനിക കാര്യങ്ങൾ അറിയുന്നതോടൊപ്പം തന്നെ ജമാഅത്തുമായി വളരെ അടുത്തിരുന്നു. സംസാര മധ്യ ജമാഅത്തിലെ ഒരു അംഗത്തെ പോലെയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അഹമ്മദിയും അനഹമ്മദിയും തമ്മിലുള്ള സംസാരത്തിൽ അഹമ്മദി എന്ന നിലയിലാണ് തന്റെ ഭാഗം അദ്ദേഹം നിറവേറ്റിയിരുന്നത്. കുറഞ്ഞ പ്രായമാണെങ്കിലും ബയ്യത്തിന് ശേഷം ധീരനായ യുവാവായിട്ടാണ് ഞാൻ കാണപ്പെട്ടത്. അടിയും കിട്ടിയിരുന്നു. അദ്ദേഹത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തപ്പെട്ടു. പള്ളിയിൽ വെച്ച് മർദ്ദിക്കപ്പെട്ടപ്പോൾ വടികൊണ്ടും വിശുദ്ധ ഖുർആൻ വെച്ച് ഓതുന്ന റയ്യാൽ അതെടുത്തും അടിച്ചു. ഗൺ പോയിന്റ് വെച്ച് തട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് ഉമ്മ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ഡോക്ടർ ആരും അപ്പോൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു അനഹമ്മദി സുഹൃത്തായ ഡോക്ടർ ആരും അറിയാതെ പ്രാഥമിക ചികിത്സകൾ നൽകി. എഴുതുന്നു, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ലുക്മാൻ അഹമ്മദ് സാഹിബിൽ പർവ്വത സമാനമായ സ്ഥിരചിത്തതയും ധൈര്യവും ഉണ്ടായിരുന്നു. നാനാവിധ അതിക്രൂരമായ മർദ്ദനത്തിലും അക്രമത്തിനും അല്പം പോലും അസ്വസ്ഥനായില്ല. ഒരിക്കലും കലിടറിയിട്ടില്ല. അതീവ ധീരതയോടെ ഉന്നതമായ ക്ഷമയോടുകൂടി സഹാബാക്കളുടെ മാതൃക കാണിക്കുകയുണ്ടായി. റാണ റൌഫ് സാഹിബ് സൗദി അറേബ്യയിൽ നിന്ന് എഴുതുന്നു, ജമാഅത്തുമായി കൃത്യമായ ബന്ധം വെച്ചു പുലർത്തി. എന്നാൽ കഫീൽ കാരണം എപ്പോഴും അസ്വസ്ഥനായിരുന്നു. കഫീലിനെ ജോലിക്കാരും ബന്ധുക്കളും ഇദ്ദേഹത്തിനെതിരിൽ തിരിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞ് ഇദ്ദേഹം കാഫിറാണ്. കഫീൽ ചോദിച്ചു, ഈ കുട്ടി ഒഴിവ് കിട്ടുമ്പോൾ ഖുർആൻ ഓതുന്നു, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നു, ഇത് എന്ത് തരം കാഫിറാണ്? നിങ്ങൾ നമസ്കരിക്കൊന്നുമില്ല, ഖുർആനും ഓതുന്നില്ല. പ്രത്യേകിച്ച് ജോലി പ്രയാസം കാരണത്താലും അഹമ്മദിയായ കാരണത്താലും കുടുംബത്തിൽ നിന്ന് എതിർപ്പുകൾ വന്നുകൊണ്ടിരുന്നു. സൗദി അറേബ്യ താമസിക്കുന്ന ഇദ്ദേഹത്തിലെ ഗ്രാമത്തിലെ ഒരു അഹമ്മദി സുഹൃത്ത് ഇംതിയാസ് സാഹിബ് ഒരു സംഭവം പറഞ്ഞു. ഇദ്ദേഹം പുതുതായി അഹമ്മദിയത്തിൽ പ്രവേശിച്ച കാലത്ത് അദ്ദേഹത്തിന്റെ മാതൃഗ്രഹത്തിൽ ആരോ മരിച്ചു. അമ്മാവന്മാര് അനഹമ്മദി മൗലവിമാരെ വിളിച്ച് ലുക്മാൻ അഹമ്മദ് സാഹിബിനെ അവിടെ കൊണ്ടുപോയി. ലുക്മാൻ സാഹിബ് പോക്കറ്റിൽ അഹമ്മദിയ പോക്കറ്റ് ബുക്ക് കൊണ്ടു നടക്കുമായിരുന്നു. അനഹമ്മദി മൗലവിമാർ ഇദ്ദേഹത്തോട് പല ചോദ്യങ്ങളും ചോദിച്ചു. അദ്ദേഹം വ്യക്തമായ മറുപടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നൽകി. അവസാനം മൗലവിമാർ ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അനഹമ്മദി ആയ ഒരാൾ പറഞ്ഞു, ഒരു കുട്ടി നിങ്ങളുടെ എല്ലാവരുടെ വായ അടപ്പിച്ചു കളഞ്ഞല്ലോ. ഇദ്ദേഹം മാന്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കേണ്ട, ഇദ്ദേഹത്തിന്റെ ഓരോ ചോദ്യത്തിന് മറുപടി നൽകുക. മറുപടി ഉണ്ടായാലല്ലേ നൽകുക. ജൽസ സാലാന സൗദി അറേബ്യയിൽ ഒരു പ്രാവശ്യം പങ്കെടുത്തു. അപ്പോൾ പറഞ്ഞു, സ്വപ്നത്തിൽ ഈ കാഴ്ച ഞാൻ നേരത്തെ കണ്ടിരുന്നു. രണ്ടാമത്തെ ജനാസ ഗായിബ് മുക്കറമ ഷഹസാദി സതാനുസ്ക സാഹിബ. മഖ്ദൂനിയ നിവാസിയാണ്. 19 നവംബർ 2014 49 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
1996 തന്റെ ഭർത്താവ് അഹമ്മദി ആയ അല്പം മാസങ്ങൾക്ക് ശേഷം ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. മാർച്ച് ഏപ്രിൽ 1995 ഷെരീഫ് ദുരുസ്കി സാഹിബ്, ഷാഹിദ് അഹമ്മദ് സാഹിബ് എന്നിവരെ തബ്ലീഗാർത്ഥം ജർമ്മനിയിൽ നിന്നും ബിറോവോ പോയി. ഷെരീഫ് ദുരു സാഹിബ് മർഹൂമയുടെ ഭർത്താവിനെയും ബന്ധു ജാഫർ സാഹിബിനെ തബ്ലീഗ് ചെയ്തു. അവരത് സ്വീകരിച്ചു. ഇവർ പറയുകയുണ്ടായി, 11-12 വർഷമായി വിവാഹം നടന്നിട്ട് മക്കളാരും ഉണ്ടായിരുന്നില്ല. ഷാഹിദ് സാഹിബ് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹിയുടെ അടുത്തേക്ക് ഇവർക്ക് വേണ്ടി കത്തെഴുതി. കുറച്ചു വർഷത്തിന് ശേഷം ഒരു മകൻ ജനിച്ചു. തുടക്കത്തിൽ അഹമ്മദികൾക്ക് ഇവിടെ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർ ക്ഷമയോടും സ്ഥിരചിത്തതയോടും ഇവയെല്ലാം നേരിട്ടു. അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് നമസ്കാരം അറിയില്ലായിരുന്നു. പിന്നീട് നമസ്കാരം പഠിച്ചു. പ്രാദേശിക ജമാഅത്ത് ലജ്നയിൽ നല്ല പ്രവർത്തകയായിരുന്നു. മുഖ്ലിസ് അഹമ്മദി സ്ത്രീയായിരുന്നു. നമസ്കാര സെന്ററുമായി കൃത്യമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ജമാഅത്തി പ്രോഗ്രാമിൽ വളരെ താല്പര്യത്തോടുകൂടി പങ്കെടുത്തു. മുവല്ലിമാരെ വീടുകളിൽ ക്ഷണിക്കും. പ്രാദേശിക ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ വായിക്കും. മഖ്ദൂനിയയിൽ നമ്മുടെ സെന്റർ ഇല്ല. ഇത് കാരണം ഇവർ മരിച്ചപ്പോൾ ഇവരെ കുളിപ്പിക്കാൻ അഹമ്മദിയുടെ പള്ളിയിലേക്കാണ് കൊണ്ടുപോയത്. അവർ ജനാസ പിടിച്ചുവെച്ചു. എന്നിട്ട് വന്നവരെ അടിക്കാൻ തയ്യാറായി. ജനാസ അവർ തന്നെ നമസ്കരിച്ചു. ജനാസ അഹമ്മദികൾക്ക് വിട്ടുകൊടുത്തില്ല. അഹമ്മദികൾ പിന്നീട് ജനാസ ഖായിബ് നമസ്കരിച്ചു. ഏതായിരുന്നാലും ഭർത്താവ് വലിയ ധൈര്യം കാണിച്ചു. അവിടെ അടിപിടിയൊന്നും ഉണ്ടാക്കിയില്ല. വലിയ കുഴപ്പമുണ്ടാകേണ്ട സ്ഥലമായിരുന്നു അവിടെ. അള്ളാഹു മർഹൂമയുടെ പദവി ഉയർത്തട്ടെ, മഗ്ഫിറത്ത് ചെയ്യട്ടെ. ഇവരുടെ കുട്ടികൾക്കും ഭർത്താവിനും ജമാഅത്തിനോടും ആത്മാർത്ഥതയും കൂറും വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.